ഒരു ലിമിറ്റഡ് ഇമോഷൻസ് ആണ് മാത്രമാണ് ഇത്തരം ഇപ്പൊ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പൊ വരുന്ന നടന്മാര് ഇമോട്ട് ചെയ്യുന്നത് പലപ്പോഴും. അടുത്ത കൊല്ലം ഞാൻ പ്രവചിക്കാം, അടുത്ത കൊല്ലം ദുരന്തരായിരുന്നു. ദുരന്തർ അവാർഡ് തൂത്തുവരും. പുഷ്പ 2 എന്ത് കണ്ടിട്ടാണ് ആ കോസ്റ്റ്യൂമിന് കൊടുത്തതെന്ന്. അവാർഡ് പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കാണാതെ ഒരു വിഭാഗം മാറ്റി വെക്കുന്ന പടമല്ല, അതിമനോഹരമായിട്ടുള്ള പല പടങ്ങളുണ്ട് ആ കൂട്ടത്തിൽ. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ഈ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. എന്താണ് ഇത്തവണത്തെ അവാർഡിൻ്റെ പ്രത്യേകതകൾ? ഇതാണ് ബോണസ് കണ്ടന്റ് ഇന്ന് പരിശോധിക്കുന്നത്. ഈ നമ്മൾ അവാർഡ് പ്രഖ്യാപനം എന്ന് പറഞ്ഞ ഒരു വിവാദം ഉറപ്പാണല്ലോ, പ്രത്യേകിച്ച് ദേശീയ അവാർഡ്. അപ്പോൾ ദേശീയ അവാർഡ് നമ്മൾ കുറച്ച് കാലമായി നോക്കിയാൽ ഏതാണ്ട് 2014 നോക്കിയാലും ഈ വിവാദം ഉണ്ട്. ഈ വിവാദം പലതരത്തിലായിട്ട് വരുന്നുണ്ട്. അതായത് ഒന്നാമത് നമ്മൾ ഈ പ്രൊപ്പഗണ്ട എന്ന് പറയുന്ന വിഭാഗത്തിന് അവാർഡ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു ഇതാണ്. അതായത് ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടുള്ളവർക്ക് അവാർഡ് കൊടുക്കുന്നു. ഇത് ഇന്നും ഇന്നലെയല്ല, ഇപ്പോഴേ NDA ഗവൺമെൻറ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ BJP അനുകൂല ഗവൺമെൻറ് വന്നതുകൊണ്ടോ ഉള്ള ആരോപണമല്ല, മുമ്പേ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പ്രത്യേകത വളരെ വിസിബിളായിട്ട് അത് നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ അവാർഡിനെ കുറിച്ച് പറയാനുള്ളത്? ഈ പ്രൊപ്പഗണ്ട വളരെ എവിഡൻ്റ് ആകുന്നു ഇപ്പോഴത്തെ പടങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവാർഡ് പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ, നേരത്തെ സമയത്ത് അത് ഒരു തരത്തിൽ സ്വജനപക്ഷപാതം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഇതിലായിരുന്നു. നമുക്ക് 90-ലെ അവാർഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച നടനാവാൻ തിലകിന് മുകളിൽ ആരാണ് എന്നുള്ളൊരു അങ്ങനെ ഒരാളുണ്ടെന്നുള്ളൊരു ചോദ്യമില്ല. പക്ഷെ അതിനൊന്ന് കിട്ടിയത് അഗ്നിപഥിലെ അമിതാഭ് ബച്ചനാണ്. അന്ന് അശോക് കുമാർ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ പോരെ അവാർഡ് കൊടുത്തു പോകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതൊരു തരത്തിലുള്ള സ്വജനപക്ഷപാതം എന്നുള്ള രീതിയിൽ വന്ന സാധനം. ഇപ്പോഴാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമായ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ തങ്ങളോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്കും സംവിധായകർക്കും അത്രയും പ്രമേയം കൈകാര്യം ചെയ്യുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതാണ്. പിന്നെ ഇത്തവണ 72ാമത് ദേശീയ അവാർഡിൽ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂട്ടിക്ക് പുരസ്കാരം കിട്ടി എന്നുള്ളത് തന്നെയാണ്, മികച്ച നടനായി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലൊരു വിമർശനം കുറവും ഈ അവാർഡ് സംബന്ധിച്ച് കുറയുന്നതും തോന്നുന്നു. പക്ഷെ അത് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുമ്പോഴും അത് എന്തുകൊണ്ട് ഷെയർ ചെയ്ത് വാങ്ങേണ്ടി വരുന്നു എന്നുള്ള ഒരിതുണ്ട്. അതായത് ഇതിനു മുമ്പ് അംബേദ്കറിന്റെ സമയത്ത് സഖം എന്ന സിനിമയ്ക്ക് വേണ്ടി അജയ് ദേവ്ഗണ്ണുമായിട്ടാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും മമ്മൂട്ടി ഈ ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലെ കാർത്തിക് ആര്യനുമായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. കാർത്തിക് ആര്യന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും ആ സിനിമയിൽ അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ എതിരഭിപ്രായമില്ല, നല്ല പ്രകടനമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മമ്മൂട്ടിക്കൊപ്പം ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ മികച്ച നടൻ എന്നുള്ള ഒരു ടൈറ്റിൽ ഷെയർ ചെയ്യാൻ തക്കവണ്ണം ആ പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നടനായി പരിഗണിക്കാനുള്ള ഒരു പെർഫോമൻസ് അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ. പിന്നെ അതിവൈകാരികമായ ഒരു സ്പോർട്സ് ഡ്രാമയാണ് സംഭവം, റിയൽ ലൈഫ് സ്റ്റോറിയായിട്ട് റിയൽ ലൈഫ് ബയോപിക് ആണ്. പുള്ളി ഇപ്പം അതുപോലെ മസിൽമാൻ നമ്മൾ ബോളിവുഡിൽ കാണുന്ന സ്ഥിരം ഒരു അണ്ടർഡോഗ് പിന്നെ സ്പോർട്സ് ജേണിയാണ് അതും പറയുന്നത്. അല്ലാതെ അതിൽ ഈ നമ്മൾ പിന്നെ മമ്മൂട്ടിയുടെ പടം പോലെ ആ പടത്തിലെ കാണുന്ന സൂക്ഷ്മാഭിനയത്തിലേക്കൊന്നും പോകുന്നില്ല. അതൊന്നും പ്രതീക്ഷിക്കണം. വളരെ വൈകാരികമായ സിറ്റുവേഷൻസ് പോലും ഒരു ലിമിറ്റഡ് ഇമോഷൻസ് ആണ് മാത്രമാണ് ഇത്തരം ഇപ്പം വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നടന്മാര് ഇമോട്ട് ചെയ്യുന്നത് പലപ്പോഴും. അവർക്ക് അങ്ങനെ ഈ പറയുന്ന സൂക്ഷ്മാഭിനയം ഒന്നും ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ പ്രമേയമോ അല്ലെങ്കിൽ സീനുകളോ ഒന്നും അതിനുള്ള സാധ്യത വളരെ പരിമിതപ്പെടുത്തുന്നുണ്ട്. അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ലൊരു സംവിധായകൻ എടുത്തിട്ട് എത്തിയാൽ ചിലപ്പോൾ അത് മാറിയേക്കാം. മികച്ച നടന്റെ കാര്യത്തിൽ ഈ ഷെയർ ചെയ്ത സാധനം അത് വളരെ അനുചിതമായി തോന്നി. അത് ഒരു മമ്മൂട്ടിയെ പോലെ അത്ര വലിയൊരു പ്രതിഭയോട് ചെയ്യുന്ന ഒരു തെറ്റുകൂടിയാണ്. അദ്ദേഹം മികച്ച നടനാന്ന് പറയുകയും എന്നാൽ നിങ്ങളെ പോലെ തന്നെ അതിപ്പോ ഒരു ബാലതാരമാണെങ്കിലും ഷെയർ ചെയ്യുന്നതിൽ കുറ്റമൊന്നുമില്ല. ഒരു ചെറിയ ഒരു 15 താരത്തിന്റെ കൂടെ മമ്മൂട്ടി മികച്ച നടനായി ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ പെർഫോമൻസ് അതുപോലെ ആയിരിക്കണം. അത് പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ ഷെയർസ് അവാർഡുകൾ ഇഷ്ടം പോലെ വാരിക്കോരി കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മറ്റേ സഹനടനും പിന്നെ ബാലനടനും ബാലനടിയും ഇത് കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷെയറിങ് പരിപാടിയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യഥാർത്ഥ പെർഫോമൻസിനാണോ കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ. എല്ലാരെയും ഉൾക്കൊള്ളിക്കുക, പങ്കാളിത്തമാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. പക്ഷെ യഥാർത്ഥ കഴിവുകളെ ആദരിച്ചില്ല എന്നുള്ള വിമർശനമുണ്ട്. അത് ഇന്നുമല്ല, എല്ലാ കാലത്തും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു അവാർഡാണോ ഒരു കഴിവിന്റെ മാനദണ്ഡം എന്നുള്ള സാധനത്തിൽ ചിലപ്പോൾ ഒരു ചോദ്യമൊക്കെ വന്നേക്കാം. പക്ഷെ
ഈ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. രാജ്യം ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രമായി, മികച്ച നടനായി, മികച്ച എഴുത്തുകാരനായി കണ്ടെത്തിയത് ആരെന്നുള്ള അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത് ആരെന്നുള്ളതിന്റെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു സാധനത്തിൽ നമ്മൾ പെട്ടെന്ന് ഒരു പുഷ്പയ 2ഓ പുഷ്പയോ അല്ലെങ്കിൽ അല്ലു അർജുനെ കാണുമ്പോൾ അയാൾ എന്താണ് ചെയ്തത് എന്ന് പിന്നെ നാളെ ഒരാൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ജൂറി അല്ല പരിഹാസരാകുന്നത്, അത് ആ സമയത്ത് സിനിമ കണ്ട ആളുകൾ തന്നെയാണ്. നാട് മൊത്തമാണ്, കാരണം ദേശീയ അവാർഡാണല്ലോ. അവരും കൂടെ ചേർന്നിട്ടാണ്. നമ്മള് ഈ അല്ലു അർജുൻ പറഞ്ഞുകൊണ്ടാ പറയുന്നത് ഏറ്റവും മികച്ച തിരക്കഥ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. പുഷ്പ 2-ൽ എന്തുണ്ടായിട്ടാണ് ഇവര് കൊടുക്കുന്നത് എന്നുള്ളത് ചിന്ത. നമ്മള് ജൂറി പറയും, ജൂറിയുടെ അഭിപ്രായമാണ്, ജൂറിയാണ് തീരുമാനിക്കുക, ജൂറിയുടെ സ്വതന്ത്ര അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞാലും നമുക്കൊരു സാമാന്യ സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ഒരു ദേശീയ അവാർഡിന് മുമ്പ് നൽകിയിരിക്കുന്ന ഒരു പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ പുഷ്പ 2-ന് മികച്ച പിന്നെ തിരക്കഥയ്ക്കുള്ള അവാർഡ്, പുഷ്പ 2 മികച്ച ചിത്രമായിട്ടും ജനപ്രിയ ചിത്രമായിട്ടും അതിലെ അഭിനയത്തിന് മികച്ച ദേശീയ നടനായിട്ടും ഒക്കെ അല്ലു അർജുനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പക്ഷെ പുഷ്പ പോലും ഒരു തരത്തിൽ നോക്കിയാൽ അതിലൊരു എലമെന്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ പടമാണ്, സിനിമയുടെ എലമെന്റ് ഉണ്ട്, അതിലൊരു വൈകാരികത ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ പടത്തിലെത്തുമ്പോൾ അതിന് തിരക്കഥയ്ക്ക് അവാർഡ് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഇവിടുന്നൊക്കെ കിഷ്കിന്ധാകാന്ഡം പോലൊക്കെയുള്ള സിനിമകൾ ഇരിക്കുന്ന സമയത്ത്, അതും അല്ലെങ്കിൽ അമർ സിംഗ് ചങ്കീല ഈ വർഷത്തെയാണ് അതേ അത്തരം പടങ്ങളുള്ളത്. അതിന്റെ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആരതി ബജാജ് ആണ് അത് എഡിറ്റ് ചെയ്തത്. അമർ സിംഗ് ചങ്കീലയുടെ ഒക്കെ എഡിറ്റിംഗ് അതൊരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. ആ സ്റ്റോറി ടെല്ലിങ്ങിന് കൊണ്ടുപോകുന്ന തന്നെ ആ പടമാണ്. പക്ഷെ ഈ പടങ്ങളെ ഒന്നും നമ്മൾ കാണാറില്ല, ഈ പറയുന്ന വേദികളിലൊന്നും വരുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ പുഷ്പ അല്ലെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ സിനിമകളെ ഭയങ്കരമായിട്ട് ഈ അടുത്തിടെയായിട്ട് ആഘോഷിക്കുന്നുണ്ട് ദേശീയ അവാർഡുകളിൽ. അതൊരു പോപ്പുലിസം കയറി വരുന്നു ഈ അവാർഡ് ദാനത്തിൽ എന്നുള്ള ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം പഴയല്ലേ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ചില സീരിയൽ താരങ്ങൾ, സിനിമാ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്ട് കിട്ടുമെന്ന്. ഇതിപ്പോ എന്തോ ഇത് സ്ട്രീം ചെയ്ത 10 പേര് കൂടുതൽ കാണുമെന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല. അതല്ല, ഇതൊരു സാമ്പ്രദായികമായിട്ട് വന്നല്ലോ. ഇപ്പം ഗോവ ഫിലിം ഫെസ്റ്റിവലൊക്കെ പണ്ടത്തെ രീതിയിലല്ലല്ലോ, അവിടെ ഒരു പോപ്പുലർ കൾച്ചർ നടക്കുകയാണല്ലോ. അതിന്റെ ഒരു ഭാഗം ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ അവാർഡ് നോക്കിയാൽ ഈ പിന്നെ മികച്ച നടൻ ഷെയറിംഗ് ഉണ്ട്. ഷെയറിംഗിൽ എങ്ങനെയായാലും ഒരു ഹോളിവുഡ് നടനുണ്ട്, ബോളിവുഡ് നടനുണ്ടോ, ഒരു ബോളിവുഡ് നടൻ ഉറപ്പാണ്. അത് ആരാണ്, ചെറുതോ വലുതോ ഒന്നുമില്ല, ഒരു ബോളിവുഡ് നടൻ ഉറപ്പായും വേണം. അപ്പോൾ അങ്ങനെ കുറെ ക്രൈറ്റീരിയ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വായിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമാണോ പുഷ്പ 2-ന് തിരക്കഥയ്ക്ക് കിട്ടിയത് എന്ന് പറയാനും പറ്റില്ല. ഷെയർ ചെയ്യുമ്പോൾ മറ്റേ സൂര്യക്കൊപ്പം അജയ് ദേവ്ഗൺ ഉണ്ടായിരുന്നു. അതെ, അന്നും ഇതേപോലെ ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ? സത്യം പറഞ്ഞാൽ ആർക്കും പിടുത്തം കിട്ടില്ല. ഇത് പിന്നെ എപ്പോഴെങ്കിലും ജൂറി പറയാണ് ഇവരാണ് ഫൈനൽ റൗണ്ടിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഇതിനെപ്പറ്റി ഊഹം കിട്ടുക. അല്ലാതെ റണ്ണറപ്പ് ഇതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ലിസ്റ്റ് ഒന്നും ഇവർ പുറത്തുവിടാറില്ല. ഈ സാധനം നമ്മൾ ബാക്കിയുള്ള കാറ്റഗറീസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല സിനിമകൾ ഇല്ലെന്നല്ല, പക്ഷെ ഇതൊരു ഈ പറയുന്ന പോലെ ഇൻക്ലൂസീവ് ആക്കുക എന്നുള്ള രീതി, വെച്ചാൽ ഞങ്ങളുടെ കാര്യവും നടക്കണം, എന്നാൽ അധികം പേര് തട്ടുകേടില്ലാതെ പോകാൻ വേണം എന്നുള്ള രീതിയിലാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പൊ കന്നഡയിലെ മികച്ച ചിത്രമായിട്ട് വന്നിട്ടുള്ള മിഥ്യ എന്ന് പറയുന്ന പടം, അതൊരു ചെറിയ പടാ. രക്ഷ ഷെട്ടിയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതൊരു ചെറിയ പടത്തിൽ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയോ ലോൺലിനെസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്ന വളരെ മനോഹരമായിട്ടൊരു ചിത്രമാണ്. അത് നല്ല പടമാണ്. അതുപോലെ ഫെമിനിച്ചി ഫാത്തിമയെ കുറിച്ച് പറയുന്നു. ഇത് ഈ പറയുന്ന മികച്ച മലയാള ചിത്രവും ഈ മികച്ച കന്നഡ ചിത്രവും മികച്ച ചിത്രമാകാൻ യോഗ്യതയുള്ള ചിത്രങ്ങൾ തന്നെയാണ്. അതേസമയം അത് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 370 ആണ്. എന്ത് രാഷ്ട്രീയമാണ് ആ സിനിമ സംസാരിക്കുന്നതും എന്തിനെയാണ് എന്താ പറയുക ഒരു വെള്ള പൂശുന്നതെന്നും കൃത്യമായിട്ട് ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അല്ല, ഇതില് ഈ അവാർഡ് കൊടുക്കുന്നതിൽ ഇവര് പിന്നെ കൃത്യമായ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചർച്ചയാവുന്ന അവാർഡുകൾ തങ്ങളുടെ ഒരു രാഷ്ട്രീയം പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളത് കുറേ കാലമായി. 2021 താനാജി എന്ന് പറയുന്ന പടം, പിന്നെ കാശ്മീർ ഫയൽസിന് മികച്ച ദേശീയോഗ്രതന ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയത്. അതിനുശേഷം നർഗീസത്തിന്റെ പേരിലായിരുന്നു അവാർഡ്. ആ പേരെ അങ്ങ് മാറ്റിക്കളഞ്ഞു. പിന്നെ 2025 നമുക്കറിയാം സ്വാഭാവികം കേരള സ്റ്റോറിക്ക് അവാർഡ് കിട്ടി. ഇപ്പോൾ ആർട്ടിക്കിൾ 370. അടുത്ത കൊല്ലം ഞാൻ പ്രവചിക്കാം, അടുത്ത കൊല്ലം ദുരന്തർ അവാർഡ് തൂത്തുവരും. അങ്ങനെയുള്ള അവസരം ഉണ്ടാവും. ഇപ്പൊ മറ്റേ CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരു യൂട്യൂബർ ചെന്നിട്ട് ഒരു യുവതിയെടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്. ഇതിന്റെ ഈ നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി എന്തായിരിക്കും ഇത് വരിക എന്നുള്ളത്, എന്താണ് പ്രധാനമന്ത്രി ഒന്നും പറയാത്തത് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇതേ സാധനം.
അതായത് അതിനെപ്പറ്റിയുള്ള കാര്യം എന്തുകൊണ്ടാ ചോർന്നെന്നുള്ളതിന്റെ കാരണം ദുരന്തർ 3 വരുമെന്നാണ്. തിരുവനന്തപുരം 3 വരും. അപ്പൊ ഈ പടങ്ങൾ ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്, അത് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ആ പരിഹാസം അവര് പരിഹസിച്ച സാധനം ഉണ്ടല്ലോ, സറ്ററിക്കലായി പറഞ്ഞ സാധനം, അത് സത്യം പറഞ്ഞ ഒരു വലിയൊരു മെജോറിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. ആ പ്രൊപ്പഗണ്ട അവര് പരത്തിയതിന്റെ ഒരു പ്രതിഫലമായിട്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ ചിത്രങ്ങളെയൊക്കെ ഒന്ന് തലോടി പരിഗണിച്ച് വിടുന്നത്. ഇപ്പൊ പരിഗണിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് മമ്മൂട്ടിക്ക് ഒരു അവാർഡ് കിട്ടി, മലയാളി എവിടെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇതിന്റെ പിന്നിൽ കളിക്കുന്ന ഈ കളികളോ നമ്മൾ ചർച്ചയിലേക്ക് വരുന്നില്ല. ഇപ്പം ഞാൻ പറയാം, എല്ലാ സംസ്ഥാനത്തും, നമ്മുടെ സംസ്ഥാനത്ത് പോലും അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ പലതരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം കേരളത്തിൽ പ്രഖ്യാപിച്ച അവാർഡിൽ ഒരു സിനിമയ്ക്ക് അനർഹമായി കുറേ അവാർഡ് കിട്ടിയെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നി. പക്ഷെ അതിൽ പോലും ഈ ജൂറിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അതിനെയും മറികടന്ന് ഈ ഭരണകൂടത്തിൻ്റെ താല്പര്യം കൂടി വരുന്നു എന്നുള്ളതാണ്. ഈ ജൂറിയുടെ താല്പര്യം, നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ സ്വജനപക്ഷപാതം, ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അതുകൂടി മറിച്ചുകൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം കൂടി വേണം എന്നുള്ള രീതിയിലേക്ക് ഇത് വരുന്നുണ്ട്. നമുക്കറിയാം കുറേ ഈ പാലേരി മാണിക്കൊക്കെ ഒരു അതിലൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് എന്നുള്ളൊരു എലമെൻ്റ് ഉണ്ട്. അതിനൊക്കെ അവാർഡ് കിട്ടിയിരുന്നു കേരളത്തിൽ, അതും LDF ഭരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ പലപ്പോഴും രാഷ്ട്രീയം ഉണ്ടാക്കുന്ന ഇതല്ല, വിഷയമല്ല. അത് ചിലപ്പോൾ അംഗീകരിക്കപ്പെടില്ല. അത് ജൂറിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയാം. മുമ്പും ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ ഉണ്ട്, നേരത്തെ തിലകൻ്റെ കേസ് പറഞ്ഞ പോലെ. പക്ഷെ ഇതങ്ങനെയല്ല. 2014 തൊട്ട് അല്ലെ 16 അധികാരത്തിലേറിയതിനു ശേഷമുള്ള അവാർഡ് പ്രഖ്യാപനങ്ങളാവട്ടെ, എന്തിലും അതിലൊരു രാഷ്ട്രീയത്തിന്റെ ഒരു ലെയർ കിടപ്പുണ്ട്. പക്ഷെ അത് വിമർശിക്കാൻ കഴിയാത്ത വിധം ഇത്തരത്തിലൊരു മെറിറ്റിലേക്ക് പോവുകയും മെറിറ്റ് ഉണ്ടാവുകയും ചെയ്യും. കാരണം ഇപ്പം നമുക്ക് ഈ ദേശീയ അവാർഡിനെ അടച്ച് ആക്ഷേപിക്കാൻ കഴിയില്ല. കാരണം എന്താ, മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിൻ്റെ പ്രമേയത്തിലെ അഭിനയം അവാർഡിന് അർഹമായ സാധനമാണ്. പക്ഷെ നമുക്ക് പറയാം, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടത്തിന്റെ കലാസംവിധാനത്തെക്കാൾ വലുതാണോ? അതിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അതിന് ED കേസുകളുണ്ട്, സാമ്പത്തിക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിനെ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഏതെങ്കിലും 3 വിഭാഗത്തിൽ പരിഗണനയിലുണ്ടായിരുന്നെന്നും, പക്ഷെ അതിനെ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അവസാന റൗണ്ടിൽ പരിഗണിച്ചില്ല എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അത് നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ ചിലപ്പോൾ ആവാം, ഒരു ന്യായീകരണമായി ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇത് ആർക്കും കൊടുക്കണ്ടേ. ഇത് അങ്ങനെ തമിഴ്നാട്ടിലും വിമർശനമുണ്ട്. തമിഴ്നാട്ടിൽ ഇപ്പൊ തങ്കലാന പോലുള്ള പടങ്ങൾ വരുന്നിട്ടുണ്ട്, കൂടിയാട്ടം, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള കുറെ പടങ്ങൾ. ആ പടങ്ങളെ ഒന്നും പരിഗണിച്ചില്ല എന്നാണ് പറയുന്നത്. ഈ ധനുഷിന്റെ രായൻ എന്നുള്ള പടത്തെ തെരഞ്ഞെടുത്തതിനെതിരെ വൻ വിമർശനമുണ്ട്. ക്യാപ്റ്റൻ മില്ലറും രായനും. അതൊരു മികച്ച തമിഴ് ചിത്രം എന്നുള്ള രീതിയിൽ എങ്ങനെ അവർക്ക് ആ വർഷത്തിന്റെ രായനിലേക്ക് എത്താൻ പറ്റി എന്നുള്ളത് വലിയ ചോദ്യമാണ്. അത് മഹാരാജ പോലും ഉണ്ട്. ഞാൻ ഈ തിരക്കഥേന്റെ കാര്യം പറഞ്ഞപ്പോഴേ, കൊമേഴ്ഷ്യൽ ഫോർമുല വെച്ച് തന്നെ നോക്കിയാൽ തന്നെ വേറെ നല്ല പടം. നമ്മൾ ഈ മലയാളത്തിൽ ഈ പുഷ്പ 2 പറയുന്നതിന് പകരം മഹാരാജ എന്ത് നല്ല സ്ക്രിപ്റ്റാ, അതിന് അങ്ങനെ നോക്കിയെടുത്താൽ നമുക്ക് ഓരോ ഭാഷയൊന്നും പണ്ട് നമ്മൾ അവാർഡുകളുടെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുക അരവിന്ദൻ, അടൂര്, ശ്യാംബനകൾ, ബംഗാളിൽ നിന്നുള്ള കുറച്ചധികം ഈ ബംഗാളി മലയാളി ഇന്റലക്ച്വൽ സിനിമാ വിഭാഗക്കാരിൽ നിന്നാണ് അവാർഡുകൾ വരിക. MD എല്ലാവരുടെയും പേര് നമുക്ക് ഇങ്ങനെ നിരനിരയായിട്ട് കാണാം. നമുക്കൊരു കാണുമ്പോൾ ഒരു സന്തോഷം ഒക്കെ തോന്നുന്ന രീതിയിലുള്ളത്. അത് ഇപ്പൊ മലയാളത്തിൽ നിന്നുള്ള മാത്രമല്ല, നമുക്ക് എല്ലാ ഭാഷയിൽ നിന്നുള്ള ആ അവാർഡുകളുടെ ലിസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു 90-കൾക്ക് മുമ്പ് 90-കൾ അവസാനത്തിന് വരെ അപൂർവം ചില അവസരങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം തൃപ്തി തരുന്ന സാധനമാണ്. കാരണം ആ പടങ്ങൾ, ആ ലിസ്റ്റ് എടുത്തൊന്ന് ആ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു എസ്തെറ്റിക്സ് മാറും, നമ്മളുടെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് ഉയർന്നു പോകും. ഇതാണ് ആ സമയത്തെ ആ കാലഘട്ടത്തിൽ സംസാരിച്ച കാര്യം എന്നുള്ളത് ഭയങ്കര വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഒരു എന്താ പറയാ, അസ്തിത്വപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. പലതരം ജോണറുകളെ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട്. ഈ അവാർഡ് പടങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കാണാതെ ഒരു വിഭാഗം മാറ്റി വെക്കുന്ന പടമല്ല, അതിമനോഹരമായിട്ടുള്ള പല പടങ്ങളുണ്ട് ആ കൂട്ടത്തില്. അത് ഞാൻ പറയുന്നത് ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ പടങ്ങളെ റീമാസ്റ്റർ ചെയ്ത് യൂട്യൂബിൽ വരുമ്പോൾ അതിപ്പോൾ ആളാഘോഷിക്കുക. മതിലുകളിലൊക്കെ സീനുകൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ട് വൈറലാവുക. അപ്പം അങ്ങനെ ഒരു ഈ ഒരു
പിന്നെ കാലത്തിനതീതമായ ഒരു വളർച്ച ഇത്തരം ചിത്രങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഇവിടെ നടക്കുന്നത് വിചാരിച്ചാൽ അടുത്ത കാലത്ത് കൊമേഴ്ഷ്യൽ വൽക്കരിക്കുക എന്നുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിലേറ്റവും ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഇക്കാലത്തെന്ന് പറഞ്ഞാൽ അന്നൊരു FTA സ്റ്റുഡന്റ് സർക്കിളിൽ നിന്നൊക്കെയാണ് ഈ പടങ്ങൾ വരുന്നതെങ്കിൽ ഇന്നത്തെ സമയത്ത് ഈ ഇൻഡിപെൻഡന്റ് സിനിമ വളരെ ശക്തമായിട്ട് വലിയ തോതിൽ നല്ല നല്ല സിനിമകൾ ചെറിയ ബഡ്ജറ്റിൽ ഇതിന് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ നേരെ കൊമേഴ്ഷ്യൽ ഇതായിട്ട് അതും അവാർഡുകളൊക്കെ ചില ഇപ്പൊ മലയാളത്തിൽ നിന്ന് ഇപ്പൊ നമ്മളിപ്പം പ്രാദേശികമായിട്ട് ചിന്തിക്കേണ്ട, മലയാളത്തിൽ നിന്ന് തന്നെ ദേശീയ അവാർഡ് നേടിയ ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് മരക്കാർ അറബിക്കടലിന്റെ സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് അത് കണ്ട ആൾക്കാരുടെ ഒരു സിനിമാ പ്രേമി എന്നുള്ള നിലയിൽ ആ ആളുടെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു അനുഭവം എന്തായിരിക്കും? ദേശീയ അവാർഡ് കിട്ടിയ ചിത്രം മോഹൻലാലിന്റെ അത് കാണാൻ വേണ്ടി ചെല്ലുന്നു. അത് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ മുറിവേറ്റു. ഇതെന്താണെന്ന് നമ്മൾ ചോദിച്ചു. ആ ഒരു നിലവാരത്തിലേക്ക് ഇത് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ആത്യന്തികമായി പോകുമ്പോൾ നമ്മൾ ഇതിലൊരു വലിയ പ്രൊപ്പഗണ്ട കാണുമെങ്കിലും ഈ സമാന്തര സിനിമ അല്ലെങ്കിൽ പിന്നെ ആർട്ട് സിനിമ ഫോം ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ സിനിമയെ കാണുന്ന ഒരു വിഭാഗത്തിന് അവർക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനമായിരുന്നു ഈ ദേശീയ അവാർഡുകൾ കുറേ കാലം. ഇനി അങ്ങനെയല്ല വേണ്ടതെന്നുള്ള അഭിപ്രായം ഉണ്ടാവും, പോപ്പുലർ സിനിമയെ അങ്ങനെ പരിഗണിക്കണം. പക്ഷെ പോപ്പുലർ സിനിമയ്ക്ക് കിട്ടുന്ന പിന്നെ അവസരങ്ങൾ മറ്റൊരു രീതിയിൽ ഇതിനേക്കാൾ എത്രയോ വലുതാണ്. അത് കൊമേഴ്ഷ്യലായിട്ട് പിന്നെ ഒരു പ്രോഡക്റ്റാണ്, അത് വിൽക്കാം. ഒപ്പം ആത്യന്തികമായിട്ട് കുറേ അവാർഡുകൾ വേറെ കിടക്കുന്നു, പോപ്പുലർ TV അവാർഡ്സുകളിൽ അങ്ങനെ പോപ്പുലർ അവാർഡുകൾ ഇറക്കുന്നു, പിന്നെ അതിൻ്റെ ഫെയിം കിട്ടുന്നു. ഇതൊക്കെ അതൊന്നുമില്ലാത്ത ഒരു വിഭാഗം ഒരു ആർട്ടിന് വേണ്ടിയിട്ട് ജീവിക്കുകയും പടം എടുക്കുകയും ചെയ്യുന്നു. അവർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം ഇത്തരം അവാർഡുകളാണ്. ഇത് കൊമേഴ്ഷ്യൽ വൽക്കരിക്കപ്പെടുന്നതോടെ ഈ മേഖലയെ മൊത്തം ഡീപ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഇത് വരാൻ സാധ്യതയില്ലേ? സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു മൂല്യത്തെ ക്വാളിറ്റിയും മൂല്യത്തെയും കുറച്ച് കളയുന്ന ഒരു പരിപാടിയാണിത്. അതായത് നമുക്ക് സിനിമയെ പല തട്ടായിട്ട് തിരിക്കണ്ട. ഇപ്പൊ പാരലൽ സിനിമ, സമാന്തര സിനിമ, മിഡിൽ സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള ഒരു രീതിയിലും പോകണ്ട. സിനിമ എന്നുള്ള രീതിയിൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ സിനിമ എന്തൊക്കെ മൂല്യമാണ് പറയേണ്ടത്. ഇപ്പം ഭയങ്കര പ്രത്യാശ കൊടുക്കണം, വയലൻസ് ഇല്ലാതെ വളരെ സമാധാനം പറയുന്ന അങ്ങനെ സിനിമകൾ ആവണമെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ അതിന്റെ തീം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്താണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിനിമ ആത്യന്തികമായ എല്ലാ സിനിമയും ഒരു പ്രൊപ്പഗണ്ട വെക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് ആ മനുഷ്യനെ സ്വാധീനിക്കുന്നത്, ആ ഒരു രാജ്യത്തെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നുള്ളതാണ് അതിലെ കാര്യം. അതിനോട് എങ്ങനെ ഒരു ഇപ്പം നമ്മളൊരു ന്യൂട്രലായിട്ടൊരു ജൂറി നോക്കുമ്പോൾ തന്നെ എങ്ങനെ ഇതിനെ നോക്കിക്കാണാം, ഈ സിനിമകളെ ഇങ്ങനെ ന്യൂട്രലായി നോക്കിക്കാണാം. അതിൻ്റെ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് അതിനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഈ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞ് ഇപ്പം ആഘോഷിക്കുന്ന കോപ്രായങ്ങൾ തുടരും ഭയങ്കരമായിട്ട്. അതായത് ലളിതമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ പുഷ്പ 1 കഴിയുമ്പോൾ തന്നെ ഒരു വിധത്തിൽ നമ്മൾ ഒന്ന് എക്സ്ഹോസ്റ്റഡ് ആവുന്ന രീതിയിലാണ് ആ പടം. അത് കഴിഞ്ഞ് പുഷ്പ 2 എത്തുമ്പോഴത്തേക്കും അതിന് പിന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേറെ വകുപ്പില്ലാത്തതുകൊണ്ട് കൊടുക്കുന്ന പോലെ കോസ്റ്റ്യൂമിനൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പ 2 എന്ത് കണ്ടിട്ടാണ് ആ കോസ്റ്റ്യൂമിന് കൊടുത്തതെന്ന്. അതിനേക്കാളല്ല കോസ്റ്റ്യൂമുള്ള എത്ര പടങ്ങൾ ഇറങ്ങി. ഇതിപ്പോ അല്ലു അർജുൻ സാരി ഉടുപ്പിച്ചു എന്നുള്ളതാണ് അതിനകത്തെ ഒരു ഘടകമെങ്കില്, എന്നാ പിന്നെ കാഞ്ചനൊക്കെ എത്ര അവാർഡുള്ളൂ, അതിനകത്ത് ഒരു പടം മുഴുവൻ ആ മനുഷ്യനെ സാരി എടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇങ്ങനത്തെ ഈ കൊമേഴ്ഷ്യൽ സിനിമയെ അല്ലെങ്കിൽ ചില പ്രോത്സാഹനം, ചെറിയ പ്രോത്സാഹനം, ചെറുതല്ല ഇത് വലിയ ഒരു പ്രോത്സാഹനം തന്നെയാണ്, ഇത് കൊടുത്ത് അങ്ങ് മല പോലെ വളരാൻ വിടുമ്പോൾ ചില നല്ല സിനിമകൾ അത് കൊമേഴ്ഷ്യലി ആവട്ടെ അല്ലെങ്കിൽ പാരലൽ സ്പേസിലോ മിഡിൽ സ്പേസിലോ ഒക്കെ നിൽക്കുന്ന സിനിമ ആയിക്കോട്ടെ, അത് നല്ലതായിട്ട് ഒതുക്കപ്പെടുന്നുണ്ട്. ഒരു വോയിസ് ഇല്ലാതെ പോകുന്നുണ്ട് ആ സിനിമകൾക്ക്. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തന്നെ അതിൽ പ്രൊപ്പഗണ്ടയ്ക്കും കൊമേഴ്ഷ്യൽ സിനിമയ്ക്കും വലിയ പ്രാധാന്യം നൽകിയതായി നമുക്ക് വ്യക്തമാകും. ഇത് തുടരുകയാണെങ്കിൽ അത് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയെ തന്നെ ഒരു വെല്ലുവിളിയാകും എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക.